ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന ഒരു മിക്സ്ഡ് മാർക്കറ്റ് ഹോൾ ചെയ്താലോ എന്ന്. അതിന് ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. അത്ര വലിയ ഹോളൊന്നുമല്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ മജോറിറ്റിയും ട്രെൻഡ്സും മാക്സും കൂടിയിട്ട് പിന്നെ മിന്ത്ര ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഹോൾ വീഡിയോ ആണേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ വൈറ്റ് ടോപ്പ് വന്നിട്ട് നമുക്ക് ഈ ട്രെൻഡ്സിൽ 50% ഓഫ് ഉണ്ടായിരുന്ന സമയത്ത് എടുത്തുണ്ടായിരുന്ന ടോപ്പാണ് കേട്ടോ. അത് ടോപ്പല്ല, കുർത്തി സെറ്റ്. അതിന് കൂടിയിട്ട് ഒരു 499 എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണിത്. ഇതിന് വന്നിട്ട് ഗോൾഡൻ പ്രിൻറ്റഡ് വർക്കാണ്, അതായത് ഒരു ഫ്ലവർ പ്രിൻറ്റഡാണ്. ഇഷ്ടമായി എനിക്ക്. പിന്നെ ഈ കാണുന്നതും അതിനോടൊപ്പം എടുത്തിട്ടുണ്ടായിരുന്ന തന്നെയാണ്. ഇത് സെറ്റായിട്ടല്ല, ഇത് നമ്മുടെ പഴയ ഒരു സ്ലിറ്റ് മോഡലില്ലേ, അങ്ങനത്തെ ഒരു ടോപ്പാണ്. അപ്പോൾ ഇതിന് പെയർ ചെയ്യാനായിട്ട് ഞാൻ പാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാൻസ് ഞാൻ ട്രെൻഡ്സിൽ നിന്നല്ല എടുത്തത്. ഇതിൻ്റെ പാൻസ് വന്നിട്ട് ഞാൻ സുഡിയോ എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സെയിം പാൻസ് തന്നെയാണ്, 2 ടൈപ്പിൽ റേറ്റ് ഉണ്ടായിരുന്നത്. സ്റ്റുഡിയോയിൽ എനിക്കിതിന് 499 കിട്ടിയത്. അതേസമയം ഇത് ട്രെൻഡ്സിൽ നോക്കിയപ്പം 799 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റുഡിയോ ഒന്ന് എടുത്തത്. അപ്പോൾ അങ്ങനെ ഇതിന് പെയർ ആവുന്നുണ്ടായിരുന്നു. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഷോളും കൂടെയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ, ട്രെൻഡ്സിൽ ഇത്തവണ നല്ല നല്ല ടോപ്സും ഇതുപോലെ കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് അഫോർഡബിളായിട്ടും തോന്നി. അത്യാവശ്യം നല്ല മെറ്റീരിയൽസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല പ്യുവർ കോട്ടൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതിലും ഇതുപോലത്തെ വർക്കുകൾ വരുന്നുണ്ട്. ഇത് വന്നിട്ട് പ്രിൻറ്റഡും ത്രെഡും കൂടിയിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി ടൈപ്പ് ഒരു ടോപ്പാണ്. ഇതും സിംഗിളായിട്ടുള്ള ടോപ്പാണ്. ഇതിന് സെറ്റല്ല. ഇതിൻ്റെ റേറ്റാണ് 1,999 അങ്ങനെയും കണ്ടോ. പക്ഷേ ഇത് ഓഫറിന് എനിക്ക് ഒരു 700 അങ്ങനെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിപ്പോൾ ഉള്ള ഒരു ട്രെൻഡിങ് ടോപ്പല്ലേ. പിന്നെ ഇതിൻ്റെ കളറും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടതിൻ്റെയൊക്കെ റേറ്റും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് എസെൻഷ്യൽ വെയർസ് കൂടെ പരിചയപ്പെടുത്താമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് മാക്സിലുള്ളതാണ്. ഞാൻ എസെൻഷ്യൽ അതായത് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയതായിട്ട് ഞാൻ ഒത്തിരി മേടിച്ചിട്ടുള്ളതും ഇപ്പോൾ മേടിക്കുന്നതും ഒക്കെ ഞാൻ മാക്സിൽ നിന്നാണ്. അത് നമുക്ക് കുറച്ച് അഫോർഡബിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. അപ്പോൾ എനിക്കിത് ഞാനിതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് അത്ര കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒത്തിരി തവണ വാഷ് ചെയ്തു. വാഷിംഗ് മെഷീനിലായിരുന്നാലും നമുക്ക് കൈ കൊണ്ടായിരുന്നാലും ഇത് കഴുകി മെറ്റീരിയൽ അങ്ങനത്തെ ഒരു തരം മെറ്റീരിയലാണ്. പെട്ടെന്ന് ഡാമേജ് ആവുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷെ അതേസമയം ഇതോടൊപ്പം തന്നെ ഞാൻ സ്റ്റുഡിയോ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിൻ്റെയും മെറ്റീരിയൽസ് വന്നിട്ട് ഒത്തിരി ഡിഫറെൻ്റാണ്. അത് കോട്ടൺ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതും കോട്ടൺ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് 100% കോട്ടൺ അല്ല, ഇത് മിക്സ്ഡ് ആണ്. പക്ഷേ അത് പ്യുവർ കോട്ടൺ ആണ്. കോട്ടൺ ആകുമ്പം എപ്പോഴും നമുക്കത് വാഷ് ചെയ്ത് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇടാൻ പറ്റത്തില്ലെന്നല്ല, വാഷ് ചെയ്ത് വരുമ്പോൾ അത് ചീത്തയാവാൻ സാധ്യത കൂടുതലല്ലേ. പക്ഷേ ഇടാൻ സുഖമുണ്ടായിരുന്നു മെറ്റീരിയൽ, പക്ഷേ എളുപ്പം ചീത്തയാവുന്നുണ്ടായിരുന്നു. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് അത്ര കണ്ട് എളുപ്പം ചീത്തയൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്ന ടോപ്പുണ്ടല്ലോ, ഇത് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ്. വൈറ്റ് മിന്ത്രയിൽ നിന്നാണ് ഞാനിത് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഇതിന് സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്തിട്ടിടാനേ പറ്റത്തുള്ളൂ. പക്ഷേ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വർക്കും ഒരു ഓപ്പൺ എംബ്രോയ്ഡറി ടൈപ്പ് മെറ്റീരിയൽ ആണിത് കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്കൊരു വൈറ്റ് ടോപ്പ്, ഒരു നല്ലൊരു വൈറ്റ് ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഗോ ഫോർ ഇട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത്
തണുപ്പത്തൊക്കെ ഇടാൻ പറ്റുന്നതും കൂടി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുന്നതൊരു വിൻ്റർ ടൈമിലാണ്. അപ്പോൾ ഇത് ഒത്തിരി തവണ ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പ് മോഡലാണ്. അപ്പോൾ അത്യാവശ്യം ജീൻസിനൊപ്പം ഒക്കെ പെയർ ചെയ്യാവുന്ന ഒന്നാണ്. ഇതും എനിക്ക് അറൗണ്ട് 600 അങ്ങനെ ആണ് കിട്ടിയെന്ന് തോന്നുന്നു. 599 അങ്ങനെ എന്തോ ആണ് കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ എനിക്കിങ്ങനെ ഒത്തിരി ടോപ്പുകളായിട്ടും കുട്ടി ടോപ്പുകളായിട്ടും ഇങ്ങനെ ലെങ്ത് ഉള്ളതും ഒക്കെ കാണിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അടുത്ത് വീണ്ടും കാണിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇങ്ങനത്തെ ഒരു പാൻസും കൂടിയിട്ടുണ്ട്. ഞാൻ അതിനൊപ്പം മേടിച്ചതാണ്. അത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ് പാൻസൊക്കെ യൂസ് ചെയ്യാറ്. ജീൻസ് അല്ലാതെ നമുക്കെപ്പോഴും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാൻസൊക്കെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ പാൻസ് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയ്ക്കൊപ്പം തന്നെ ഡെമോ കൂടെ കാണിച്ച് പോകുന്ന വീഡിയോ കൂടെ ആഡ് ചെയ്തത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.